നമസ്കാരം. നമ്മൾ മലയാളികൾക്ക് ട്രോളുകൾ വളരെ ഇഷ്ടമാണ്, അല്ലേ? അങ്ങ് 10ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ഒഫീഷ്യൽ ട്രോളിനെ പറ്റി നിങ്ങൾക്കറിയാമോ? അതാണ് തോരൻ. മഹോദയപുരം ഭരിച്ചിരുന്ന കുലശേഖര ആഴ്വരുടെ സദസ്യനായിരുന്നു തോരൻ എന്നാണ് കരുതപ്പെടുന്നത്. ഒരു കവി മാത്രമായിരുന്നില്ല, രാജാവിന്റെ ഉപദേശകൻ കൂടിയായിരുന്നു അദ്ദേഹം. കൊട്ടാരത്തിലെ കവിയും രാജാവിന്റെ അടുത്ത ആളും ആയിരുന്നിട്ട് കൂടി ജാടകളൊന്നുമില്ലാത്ത സാധാരണക്കാരന്റെ ഭാഷ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു തോലൻ. എത്ര ഗൗരവമുള്ള വിഷയവും നർമ്മത്തിലൂടെ അവതരിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. അതായത് ചിരിയിലൂടെ ചിന്ത. അദ്ദേഹത്തെ കുറിച്ചുള്ള കഥകളിൽ ഒന്ന് ഇതാണ്. ബാല്യകാലത്ത് ഒരു ദിവസം അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുജോലിക്കാരിയായിരുന്ന ചക്കി നെല്ല് മോഷ്ടിക്കുന്നതിനായി പത്തായത്തിലേക്ക് കയറുകയുണ്ടായി. അന്ന് ബ്രാഹ്മണർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സംസ്കൃതമേ സംസാരിക്കാവൂ എന്ന നിയമം ഉണ്ടായിരുന്നു. തോരനാണെങ്കിൽ നേരെ ചൊവ്വേ സംസ്കൃതം അറിയില്ല താനും. എന്നാൽ അദ്ദേഹം തനിക്ക് അറിയാവുന്ന സംസ്കൃത വാക്കുകൾ ഉപയോഗിച്ച് പനസി ദശായാം പാശി എന്ന് വിളിച്ചു പറഞ്ഞു. അതായത് പനസ് ചക്ക, പനശി ചക്കി, ദശം 10, ദശായം പത്തായം, പാശം കയറ്, പാശി കയറി, ചക്കി പത്തായത്തിൽ കയറി, നോക്കിക്കോണേ സൂക്ഷിച്ചോണേ എന്നുള്ളതാണ് സാരം. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ശിവസ്തുതി നോക്കിയാലോ? അതും ഫലിതമയവും യുക്തിയാൽ അർത്ഥം മനസ്സിലാക്കേണ്ടതുമാണ്. ആ സ്തുതി ഇങ്ങനെയാണ്: പല്ലിത്തോലാടയാം യസ്യ യസ്യ 12 പ്രിയ ഗോണച്ചേട്ടാഭിധാനസി അർത്ഥാർത്ഥം പ്രണതോസ്മ്യഹം. ഇതിൽ അദ്ദേഹം അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് വളരെ രസകരമാണ്. പല്ലിന് സംസ്കൃതത്തിൽ ദന്തം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പല്ലി എന്ന് പറഞ്ഞാൽ ദന്തി, 12 എന്ന് പറഞ്ഞാൽ 6. അവിടെ ഗംഗയാറിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കോണ് എന്നാൽ മുക്ക്, ചേട്ടൻ എന്നാൽ അണ്ണൻ, മുക്കോണ ചേട്ടൻ എന്നാൽ മുക്കണ്ണൻ. അർത്ഥാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയുടെ പകുതി, അതായത് കാൽ. ഇവിടെ കാല് അതായത് പാദം. ആനത്തോൽ വസ്ത്രമായും ഗംഗ ഭാര്യയായും മുക്കണ്ണൻ എന്ന പേരോടുകൂടിയും ഇരിക്കുന്ന ശിവന്റെ പാദത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. കേരളീയ കലകളായ കൂത്തും കൂടിയാട്ടവും ഇന്ന് കാണുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയെടുത്തത് തോരനാണ്. മണിപ്രവാളം എന്ന കാവ്യ ശൈലിക്ക് രൂപം നൽകിയത് അദ്ദേഹമാണ്. ലിഖിതമായ രേഖകൾ ഇല്ലാത്തതിനാൽ തോലനെ കുറിച്ചുള്ള അറിവുകൾ പൂർണ്ണമല്ല. തോലനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ജസ്റ്റ് കമന്റ്. തോലൻ ഇന്നും അർഹതപ്പെട്ട ഒരു സ്ഥാനം കിട്ടിയില്ല എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ രസകരമായി തോന്നിക്കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.